കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GMLP സ്കൂളിലാണ് ഈ ദുരവസ്ഥ. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തുടങ്ങി പലവിധ കാരണങ്ങളാൽ കടുത്ത ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 1927 ജനുവരി 1 ഉദ്യാവർ തോട്ട GMLP സ്കൂൾ ആരംഭിച്ചത്. തലമുറകളായി ആയിരക്കണക്കിന് പേർക്ക് വിദ്യ പകർന്നു നൽകി 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ സ്കൂൾ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ കെട്ടിടവും സ്ഥലവും. വഖഫ് ഉടമസ്ഥതയിലായതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഒരു മുറി അംഗൻവാടിയായി പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 3 മുറികളിൽ ഒന്നിൽ സ്കൂൾ ഓഫീസും ഒരു ക്ലാസ് മുറിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ശൗചാലയമാണുള്ളത്. അതാകട്ടെ തൊട്ടടുത്തുള്ള മദ്രസയുടേതാണ്. വിദ്യാലയത്തിലേക്കും അംഗൻവാടിയിലേക്കും വെള്ളമെടുക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്ന്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഓടുമേഞ്ഞ ചെറിയൊരു ഷെഡാണ് അടുക്കള. നിന്നു തിരിയാൻ ഇടമില്ലാത്ത ഇവിടെ നിന്നാണ് അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും ഭക്ഷണം പാകം ചെയ്യുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും സർക്കാർ സഹായം ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന കാരണത്താൽ സുരക്ഷാ ക്ലിയറൻസും അനുവദിച്ചിട്ടില്ല. ഇതൊരു സാധാരണ 100 വർഷം പഴക്കം. 1927 ഇതിലേക്ക് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 1000 ജമാഅത്ത് പള്ളി കമ്മിറ്റീൻ്റെ അതിൻ്റെ വഖഫിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത്. അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളാണ്. അപ്പോൾ ഇപ്പോഴും ഈ വാടക കെട്ടിടത്തിലാണ്. സർക്കാർ അങ്ങോട്ട് വാടക കൊടുക്കുന്ന ഒരു ഏക വിദ്യാലയമാണ്. കാസർഗോഡ് ജില്ല എന്നല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണൂല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് മാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാറുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന് ഒരു താൽക്കാലിക ഫിറ്റ്നസ് കിട്ടിയാൽ പോലും അപ്പുറമുള്ള ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറുമ്പോൾ അതിലേക്ക് പുതിയ ഫിറ്റ്നസ് എടുക്കണം. അപ്പോൾ അത് AE അല്ല AX ആണ് തരേണ്ടത്. അപ്പോൾ അതിനുള്ള പേപ്പറും കാര്യം കുറേ ദിവസം അങ്ങോട്ട് പോവും. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പരിഭവത്തിലാണ് ഞങ്ങളുള്ളത്. നിലവിൽ 1 മുതൽ 4 വരെ 26 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 16 കുട്ടികൾ അംഗൻവാടിയിലും പഠിക്കുന്നു. നിർധന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവരിൽ ഏറെയും. സ്കൂൾ വാഹന സൗകര്യമില്ലാത്തതിനാൽ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കാരണം വലിയ ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. ബൈജു തത്സമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൈജു, നമ്മളിപ്പോൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് കാസർഗോട്ടെ കനത്ത മഴയെക്കുറിച്ചാണ്, റെഡ് അലേർട്ടിനെ കുറിച്ചാണ്. അതിശക്തമായ മഴ, കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു ജില്ലയിലാണ് ഒരു സ്കൂള് ഒരു സുരക്ഷിതത്വം ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നേരത്തെ സംസാരിച്ച അധ്യാപകൻ പറഞ്ഞതുപോലെ സർക്കാർ അങ്ങോട്ട് വാടക കൊടുത്ത് ഒരു സ്കൂൾ കെട്ടിടം നടത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കാം. ഇതിനുള്ള നടപടികൾ എന്തുകൊണ്ടാണ് കൂടുതലായി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ മടിക്കുന്നത്? ഇതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴും അധികാരികൾ തുടരുന്നുണ്ടോ? ഉള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. അതും രഞ്ജിത്ത്, കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ സർക്കാർ പണം കൊടുക്കുന്ന, വാടക കൊടുക്കുന്ന ഏക സ്കൂൾ വേറൊരു സ്കൂൾ ഇല്ല എന്നാണ് അവിടുത്തെ അധ്യാപകർ പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ അവഗണന നേരിടുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളുടെ അവസ്ഥ, സ്കൂളുകളുടെ മതിൽ ഇടിഞ്ഞ് വീഴുന്ന ഒക്കെ അവസ്ഥ, വലിയ അപകടകരമായ അവസ്ഥ. അങ്ങനെ ഇരിക്കെ കണ്ണിന് മുന്നിൽ നേരിട്ട് കാണാൻ പറ്റുന്ന അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിനോടാണ് ഈ അവഗണന എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് സമയത്തും അത് തകർന്നു വീഴാവുന്ന തരത്തിലാണ് ഇതിന്റെ മേൽക്കൂരയൊക്കെ ഉള്ളത്. ഞാൻ അവിടെ നേരിട്ട് പോയപ്പോൾ സങ്കടം തോന്നി. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ചുമര്, ആ ചുമരിന് താഴെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നു. അതായത് 26 കുട്ടികൾ 1 മുതൽ 4 വരെയും. അതോടൊപ്പം അംഗൻവാടിയും ഈ ഇതേ കെട്ടിടത്തിലാണ് അംഗൻവാടിയും പ്രവർത്തിക്കുന്നത്. 16 കുട്ടികളാണ് അംഗൻവാടിയിൽ. അങ്ങനെ 50ഓളം കുട്ടികൾ
വലിയ തോതിൽ അപകട ഭീതിയിൽ കഴിയുന്ന ഒരു സ്കൂൾ, ആ സ്കൂളിനോടാണ് അവഗണന. ഇത് ഏറ്റവും പ്രധാനം മഞ്ചേശ്വരം മണ്ഡലമാണ്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം പഞ്ചായത്ത് മുസ്ലിം ലീഗാണ്. MLA മുസ്ലിം ലീഗാണ്. പല തവണ AK മസറഫോട് ഉൾപ്പെടെ ഈ കാര്യം പറഞ്ഞിട്ടും സൂചിപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അവർ തയ്യാറായില്ല എന്നതാണ്. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ കെട്ടിടം എന്ന് പറയേണ്ടി വരും. ഏത് സമയത്തും നല്ലൊരു മഴ വന്നാൽ, നമുക്കറിയാം റെഡ് അലർട്ടാണ്, തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏത് സമയത്തും അത് നല്ലൊരു മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം അപകടത്തിൽപ്പെടും. ഇത്രയും കുട്ടികളുടെ ഭാവി, ഈ ജീവിതമാണ് ആ ക്ലാസ് മുറിക്കകത്തുള്ളതെന്ന് പറയേണ്ടി വരും. ഏതായാലും ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അർജുൻ പാണ്ഡ്യൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജനകീയ കലക്ടറാണ് ഇപ്പോൾ കാസർഗോഡ് കലക്ടർ. അദ്ദേഹം വന്നിട്ട് 2 മാസമേ ആയുള്ളൂ. ഒരുപക്ഷെ കലക്ടറുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കലക്ടർ ഈ ദൃശ്യം കാണുക, വിദ്യാഭ്യാസ മന്ത്രി ഈ ദൃശ്യം കാണുക, ഒരു അപകടം ഉണ്ടാകാൻ കാത്തിരിക്കാതെ ഈ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്കൂളിലേക്ക് മാറ്റുക. ഏറ്റവും പ്രധാനം ഇതിന്റെ ഫിറ്റ്നസ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് രഞ്ജിത്ത്. ഇപ്പോൾ ഈ സ്കൂളിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കെട്ടിടത്തിലാണ് ഈ സ്കൂളിലെ ഈ കുട്ടികൾ പഠിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ തന്നെ മാർച്ച് ക്ലാസുകളൊക്കെ സ്വപ്നം കണ്ട് കഴിയുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ മഞ്ചേശ്വരത്തുള്ള ഈ സ്കൂളിന്റെ അവസ്ഥ അതിദയനീയം എന്ന് പറയുന്നത്. ഒരു ശൗചാലയം പോലുമില്ല. പള്ളി വകയുള്ള കെട്ടിടത്തിലുള്ള ശൗചാലയത്തിലാണ് ഈ കുട്ടികൾക്ക് പോകേണ്ട അവസ്ഥ. ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിക്കാൻ നല്ല സ്ഥലമില്ല. പാചകം ചെയ്യാൻ കൃത്യമായ ഇടമില്ല. അങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപകടാവസ്ഥയും ഒക്കെയുള്ള തരണം ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ കെട്ടിടത്തിൽ നിന്നും ഈ കുട്ടികളെ സുരക്ഷിതമായി, ഇതിന് തൊട്ടടുത്ത് മദ്രസ കെട്ടിടമുണ്ട്. താൽക്കാലികമായി അവിടെ അവർ തയ്യാറാണ്. പക്ഷേ അതിന് ഒരുപാട് സാങ്കേതിക നൂലാമാലകൾ, അതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു പുതിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ഇപ്പോൾ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് മാറ്റാൻ പള്ളി കമ്മിറ്റിക്കാർ തയ്യാറാണ്. പക്ഷേ അതിനു പോലും ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നാണ്. ഒരു അപകടം വരുന്നത് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കണം. മാത്രമല്ല ഭാവിയിലും ഈ സ്കൂൾ പ്രവർത്തിക്കാൻ നല്ലൊരു കെട്ടിടം ഉൾപ്പെടെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ സർക്കാർ വാടക കൊടുത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ, അത് കേരളത്തിൽ തന്നെ ഈ ഒരു സ്കൂൾ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയേണ്ടി വരും. വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്തും കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് ആണ് എന്ന് ഓർക്കണം. അത് ശക്തമായ മഴയും പേമാരിയും ഒക്കെ പെയ്യാൻ സാധ്യതയുണ്ട്, കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്കൂള് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ബൈജു പറഞ്ഞ പോലെ കളക്ടറും മറ്റ് വിദ്യാഭ്യാസ മന്ത്രിയും അടക്കമുള്ളവർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത്. ഒരു ദുരന്തം വന്ന ശേഷമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നടപടികളെടുക്കുക. ഇക്കാര്യത്തിലെങ്കിലും അലംഭാവം മറന്ന് ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.